നിന്റെ താക്കോൽ എന്തിനാ ഞാൻ എടുക്കണ? നമ്മിരുന്ന് കഴിച്ചില്ലേ? ആ ടേബിളിന്റെ അവിടെ ഇരിക്കണ കണ്ടതല്ലേ? ആ നീ അവിടെ ശരിക്കും നോക്ക്. ആ ഞാൻ എടുത്തില്ല, ഞാൻ വീട്ടിലെത്തി. മണ്ടോ ഭക്ഷണം എടുത്ത് നോക്കണേ. എവിടെ വരുന്നത്? ഇപ്പഴല്ലേ നിങ്ങൾ അങ്ങോട്ട് വന്നത്. നീ കഥ പറയാൻ നിൽക്കണ്ട. കഷ്ടപ്പെട്ട് കുടുംബത്തിൽ കയറി വന്നവർക്ക് ഭക്ഷണം തരാൻ പഠിക്കണം. അയ്യോ ഭയങ്കര കഷ്ടപ്പാടാണ്. എന്താ വെള്ളം മാത്രോ? എടുക്കട്ടെ, എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ. വേഗം കള്ളു വയറ്റി കിടക്കണം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. 4 കാലില് വരും. കള്ളുടിച്ചൊന്നും നിന്റെ അച്ഛന്റെ കാശിന് കള്ളുടിക്കണ. ഞാൻ കമ്പനിയോട് പിരിച്ചു. എന്താണ് ആരോടാ പറയണ? നിന്റെ അച്ഛന്റെ നമ്പർ എത്ര എന്ന് ചോദിച്ചാണ്. ഇതെന്താ ഞാൻ അവിടെ നടന്നു പോയി തിന്നു? ദൂരെ കൊണ്ടുപോയി വെച്ചേക്കണ എന്താ? ഇങ്ങനെ അടുപ്പിച്ചു വെക്കാൻ പറഞ്ഞത്. എന്റെ കയ്യെത്തോടാ. ഞാൻ വിളമ്പി തരാം. നല്ല കൈ കഴിക്കുക. കൈയൊക്കെ കഴുകൽ എന്നുണ്ടായി. ഇപ്പൊ വന്നപ്പോ അല്ലേ? ഞാൻ അതിന് മുമ്പൊക്കെ ചോറുന്ന മതി മതി. എന്ത് കഷ്ണമൊന്നുമില്ലേ? മീൻ കഷ്ണമില്ലേ? അതെ, ഒന്നും പറയണ്ട. ചോറ് തിന്നുന്ന സമയത്തേ അച്ഛനും കൊച്ചച്ഛനും അപ്പുറത്തെ സുലൈമാനിക്കയും കൂടി വന്നു. അപ്പൊ ആ സമയത്ത് ഓർത്ത് ഞാൻ അവരോട് കുറച്ച് ചോറ് തിന്നാൻ പറഞ്ഞു. അപ്പൊ അവരെടുത്ത് മീനൊക്കെ. എനിക്ക് വെച്ച മീനൊക്കെ അവർക്ക് കൊടുത്താ? ഇതൊന്നും നിന്റെ അച്ഛന്റെ അടിയന്തരമാണ്. ഉച്ചക്ക് എല്ലാരും കൂടി കയറി ഇങ്ങാട് വരാൻ. എന്താണ് ഇങ്ങനെ പറയണത്? എടി നിനക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഇത്തിരി പുളിഞ്ചാറും മീൻ കഷ്ണവും ഇല്ലാതെ ചോറ് തിന്നാൻ പറ്റില്ല. നിനക്കൊരു വാലിന്റെ കഷ്ണമെങ്കിലും വെക്കണ്ട. എനിക്ക് ഞാൻ മാറ്റി വെച്ചതാണ്. എന്നിട്ട് എവിടെ? അപ്പൊ അത് അവര് കഴിച്ചോണ്ടിരിക്കുമ്പോ അച്ഛൻ ചോദിച്ചു ഇനി ഇല്ലേന്ന് ചോദിച്ചു. അപ്പം ഇവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ കൊടുക്കൂലെന്ന് പറയണ എങ്ങനെയാ? അവര് വല്ലപ്പോഴല്ലേ തന്നെ. അപ്പൊ ഞാൻ കൊടുത്തു. എനിക്ക് വെച്ചത് നീ അവർക്ക് എടുത്ത് കൊടുത്ത്. പിന്നെ വീട്ടിലൊരാൾക്കാർ വരുമ്പോ കൊടുക്കണ്ടേ? ഞാൻ എങ്ങനെ തിന്നത്? അങ്ങോട്ട് തിന്നെ ഒരു ദിവസം. നീ എന്റെ അടുത്ത് വേഷം കെട്ടാൻ നിൽക്കരുത്. ഇതിന് ചോറ് സമാനമായിട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഭയങ്കര സമാധാനമായിട്ട് എനിക്ക് വെച്ച ചോളക്കറി എടുത്ത് കൊടുത്താൽ നിന്റെ അച്ഛനെ ഞാനിന്ന് കൊണ്ടു. ഞാൻ തിന്നാനാണ് ഇവിടെ കറി വെച്ച് മേടിച്ചു വെച്ചത്. നിന്റെ അച്ഛനെ തീറ്റിച്ചങ്ങോട്ട് വളർത്തിയിട്ട് എന്തിനാ ഞാൻ പറഞ്ഞതിനാ? വേണമെങ്കിൽ തന്നെ മാറി ദേഷ്യം കിട്ടാതെ എനിക്ക് പോകാൻ. ഒരു സ്വസ്ഥത സമാധാനം തരൂല. എണീക്കങ്ങോട്ട്. എണീക്കാൻ പ്യാരേട്ടാ. 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 പ്യാരേട്ടാ നോക്ക്. എണീക്ക്. പ്യാരേട്ടാ എണീക്ക്. പ്യാരേട്ടാ. പ്യാരേട്ടാ. ഇതൊരു ദിവസം നടക്കുന്നു എനിക്കറിയായിരുന്നു. അതെൻ്റെ കൈ കൊണ്ടാവുന്ന ഞാൻ വിചാരിച്ചു. ഇതിപ്പോ നീയായി. നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടായിരുന്നു? ഇല്ല. പേടിക്കണ്ട. അച്ഛനെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ.
വീടിന്റെ പുറകിലേക്ക് പോവാ. എന്തിനാ ഈ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് വരാൻ പറഞ്ഞത്? ആർക്കറിയാം. പുള്ളി എവിടെ പോയി? ആ വരട്ടെ. ശീതളേട്ടാ, എന്തിപ്പോ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വേറെ ഒരു പണിയൊക്കെ ഉണ്ടായിട്ട് കുറച്ച് വൈകി. ഒന്നിങ്ങോട്ട് വന്നേ. എന്തേ? സത്യ, നീ എന്നൊന്ന് സഹായിക്കണം. എന്താണ്? എൻ്റെ മോൾക്ക് ഒരു അബദ്ധം പറ്റി. എന്തു പറ്റി? പ്യാരിജാതം മരിച്ചു. അയ്യോ, എവിടെ വെച്ച്? എങ്ങനെ? അവരുടെ വീട്ടിൽ വെച്ചാ. ആരും അറിയാതെ നീ ഒന്ന് മറവ് ചെയ്ത് തരണം. അല്ല, ആരും അറിയാതെ എന്ന് പറഞ്ഞ? അതേ ശീതളേട്ടാ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനത് അവനോടും കൂടി ഒന്ന് പറയട്ടെ. അതേ, സംഗതി വലിയ പ്രശ്നമാണ്. ഇയാളെ മകള് മറ്റവനെ കൊന്നു. അപ്പൊ അതെങ്ങനെയെങ്കിലും ഒന്ന് അടക്കം ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ സഹായിക്കണടാ, ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ആളാണ്. എന്താ ചെയ്യേണ്ടത്? വല്ലതും കിട്ടുമോ? കിട്ടുമെന്ന് വെച്ചാൽ മൂപ്പരുടെ സ്വഭാവത്തിനനുസരിച്ച് ഒരു ദിവസം കൂലി വരും. അതിൽ കൂടുതൽ തരാൻ സാധ്യതയില്ല. ഒരു കാര്യം ചെയ്യാം, 10 ഉറുപ്പിക ഇട്ടാണെങ്കിൽ ചെയ്യാന്ന് പറയാം. ഒരു 15 പറ. 15 പറയും 30. 15 ഉറുപ്പിക കിട്ടുമോ? 15 പറഞ്ഞാൽ 10 രൂപയ്ക്കും കരുവുള്ളന്ന് കിട്ടിയാൽ ഓക്കെയാണ്. എങ്കിൽ ഞാൻ ഓക്കെയാണ്. റിസ്ക്കുള്ള പരിപാടിയാണ്. അതേ റിസ്ക് ഉണ്ട്. അത് പറയട്ടെ. അത് പറഞ്ഞാൽ ഓക്കെ. കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ ആരോടും പറയരുത് നീ. ഏയ് ശീതളേട്ടാ, സംഗതി ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങളായതുകൊണ്ട് അങ്ങനെ കൈയൊഴിയാൻ വയ്യല്ലോ. പക്ഷെ റിസ്ക്കുള്ള പണിയാണ്. ഞങ്ങൾക്കും കുടുംബമൊക്കെ ഉള്ളതാണ്. കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. എനിക്കറിയാനോ സത്യ, ഞാൻ ഈ സമയത്ത് വില പേശാന്ന് കരുതരുത്. ഞാൻ ഒരു 50,000 രൂപ അങ്ങോട്ട് തരാം. ബോഡി എവിടെയാണ്? പ്യാരയുടെ വീട്ടിൽ തന്നെ.
അപ്പം അതാണ് സംഭവം. അല്ല, അത് കുഴപ്പമില്ല, അത് കുടുംബത്തിൽ നടക്കുന്നതാ അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു പിണക്കം, ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങടും ഇങ്ങടും തള്ളി, വെറുതെ ഭർത്താവിനെ പിടിച്ചൊന്ന് തള്ളിയപ്പോൾ ഭർത്താവ് അറിയാതെ പോയി ഭിത്തിയിൽ തലയിടിച്ച് പാവം വെറുതെ വീണ് മരിച്ചു. അല്ല, അത് മരിച്ചത് എങ്ങനെയാവട്ടെ, അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഇപ്പം അതല്ല പ്രശ്നേ. ഈ മരിച്ച പ്യാരിജാതിന്റെ ബോഡി എവിടെ? എന്താണ് ചോദിച്ചു കേട്ടില്ലേ? നിന്റെ ഭർത്താവിന്റെ ബോഡി എവിടെയെന്ന്? അതെ, സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ നിൽക്കുന്ന വനിതാ പോലീസിനെ അറിയാം നമുക്ക്. നിന്റെ നഖം ഓരോന്നായിട്ട് പിഴുതെടുക്കും. പറയണേ. സാറേ, നീ എന്റെ മോളെ ഉപദ്രവിക്കരുത്. ഒരു ഉറുമനെ പോലും നോക്കാതാണ് അവള്. നിവൃത്തിയേടുകൊണ്ട് ചെയ്തു പോയതാ സാറേ. നിവൃത്തിയേടുകൊണ്ട് ബോഡി ബോഡി എവിടെയാടോ? ഞങ്ങൾ കുടിച്ചിട്ടു സാറേ. ഓഹോ, എവിടെ? പ്യാരിയുടെ പറമ്പില്. രണ്ടാളും കൂടി? അല്ല, സഹായത്തിന് സത്യശീലൻ എന്നൊരാളെ കൂടി വിളിച്ചു. അയാളും അയാളുടെ കൂട്ടുകാരനും കൂടിയാണ് മറവ് ചെയ്തത്. ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചുള്ളൂ. പിന്നെ എല്ലാം ചെയ്തത് അവരാണ്. വണ്ടി എടുക്ക്, ഇവരെ കയറ്റി നടക്ക്.